നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.2 ആണ്. അപ്പോൾ അതിൽ നമ്മുടെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് √5 ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിതിൻ്റെ എക്സാമ്പിളിൽ കണ്ടു √2 എങ്ങനെയാണ് ഇറാഷണൽ നമ്പറാണെന്ന് പ്രൂവ് ചെയ്യുക. അതുപോലെ √3, √5, √7 ഏത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ കോൺട്രഡിക്ഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുവല്ലോ, ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? ലെറ്റ് us assume that നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? √5 എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ അല്ല, റാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അസ്യൂം ചെയ്യാണ്. ഒരു റാഷണൽ നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ എന്തുണ്ടാവും? ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ അതിനെ P/Q എന്ന് പറഞ്ഞൊരു ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റൂ അല്ലേ? അപ്പോൾ അവിടെ 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിട്ട് നമ്മൾ എയും ബിയും എടുക്കുകയാണ്. A and B ആർ ഇൻറ്റിജേഴ്സ്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് സച്ച് ദാറ്റ് എന്താണ്, അവയ്ക്ക് ഒരു കോമൺ ഫാക്ടറും ഉണ്ടാവാൻ പാടില്ല. A and B having no common factor other than 1 and B not equal to 0. അങ്ങനെയുള്ള ഒരു എയും ബിയും നമ്മൾ സെലക്ട് ചെയ്തു. ഈ √5 ഈസ് ഈക്വൽ ടു A/B എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം അല്ലേ? ഇത് സ്ക്വയർ ചെയ്യുമ്പം 5 ഈസ് ഈക്വൽ ടു A² B² എന്ന് കിട്ടി അല്ലേ? 5 ഈസ് ഈക്വൽ ടു A² B². ഈ B² നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 5B² ഈസ് ഈക്വൽ ടു A². 5B² ഈസ് ഈക്വൽ ടു A² എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തതിൻ്റെ അർത്ഥം? നമ്മൾ പഠിച്ചിട്ടുണ്ട് 5 ഡിവൈഡ്സ് A² അല്ലേ? 5 ഡിവൈഡ്സ് A² അല്ലെങ്കിൽ A² ഈസ് ഡിവിസിബിൾ ബൈ 5. 5 ഡിവൈഡ്സ് A² ആണെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ നമ്മളൊരു തിയറം പഠിച്ചുല്ലോ, ഇഫ് P ഡിവൈഡ്സ് A² ദെൻ P ഡിവൈഡ്സ് A. അപ്പോൾ 5 ഡിവൈഡ്സ് A² ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ തിയറം അനുസരിച്ച് 5 ഡിവൈഡ്സ് A എന്ന് പറയാം. 5 അവിടെ ഒരു പ്രൈം നമ്പറാണ്, 5 ഡിവൈഡ്സ് A² ആണ്. അങ്ങനെയാണെങ്കിൽ 5 ഡിവൈഡ്സ് A ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 5 എനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എനെ എങ്ങനെ എഴുതാം? A ഈസ് ഈക്വൽ ടു ഒരു 5C എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം അല്ലേ? ഫോർ സം ഇൻറ്റിജർ C അല്ലേ? ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ A ഈസ് ഈക്വൽ ടു 5C എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ A ഈസ് ഈക്വൽ ടു 5C എന്നുള്ള ഈ വാല്യൂ നമുക്ക് എവിടെ ഇട്ട് കൊടുക്കാം? 5B² ഈസ് ഈക്വൽ ടു A². നമുക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഈ വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 5B² ഈസ് ഈക്വൽ ടു A² ആണ്. A 5C ആണെങ്കിൽ A² എന്ത് വരും? 25C². രണ്ടിലും കോമൺ ആയിട്ട് 5 പോവില്ലേ? 5B² പിന്നെ ബാക്കി B²ഉം 25C² 5C² എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? B² ഈസ് ഈക്വൽ ടു 5C². എന്താണ് ഇതിൻ്റെ അർത്ഥം? B² ഈസ് ഈക്വൽ ടു 5C² എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5C² ഈസ് ഈക്വൽ ടു B². ഇത് വന്ന പോലെ തന്നെ 5 ഡിവൈഡ്സ് B². അതല്ല ഇതിൻ്റെ അർത്ഥം? 5Bനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, B²നെ. 5B² ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 എന്താ നമ്മുടെ മറ്റേ തീറ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ എയുടെ പറഞ്ഞില്ല, അതേപോലെ തന്നെ 5 ഓൾസോ ഡിവൈഡ്സ് B. 5Bനെയും ഡിവൈഡ് ചെയ്തിരിക്കും, കാരണം 5 ഒരു പ്രൈം നമ്പറാണ്. 5 ഡിവൈഡ്സ് B² ആണെങ്കിൽ നമ്മുടെ ആ തീറ അനുസരിച്ച് 5 ഓൾസോ ഡിവൈഡ്സ് B. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 5 ഡിവൈഡ്സ് A എന്നും കിട്ടി, 5 ഡിവൈഡ്സ് B എന്നും കിട്ടി. നമ്മളെടുത്ത് ഈ എയും ബിയും എന്തായിരുന്നു? A and B ഹാവിങ് നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1. ഇപ്പോൾ ഇവിടെ നമുക്കവിടെ എന്ത് കിട്ടി? എയിലും ബിയിലും 5 ഒരു കോമൺ ഫാക്ടറാണ്. 5 ഈസ് എ കോമൺ ഫാക്ടർ ഫോർ ബോത്ത് A and B അല്ലേ? കോമൺ ഫാക്ടർ ഓഫ് ബോത്ത് A ആൻഡ് ബി. എയിലും ബിയിലും ഇപ്പോൾ ആരുണ്ട്? രണ്ടിനെയും A 5 ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 5 ഉണ്ട്. അങ്ങനെ വരാൻ പാടോ? ഇല്ല. നമ്മളെടുത്ത് എയും ബിയും ഒരു കോമൺ ഫാക്ടറും ഒന്നല്ലാതെ വലിയ വേറൊരു കോമൺ ഫാക്ടർ ഇല്ല. അപ്പം ഇവിടെ എന്ത് പറ്റി? ഇത് നമ്മൾ അസ്യൂം ചെയ്ത സംഭവത്തിന് ഇവിടെ കോൺട്രഡിക്റ്റ് ചെയ്യാണ് ചെയ്യണം അല്ലേ? ദിസ് കോൺട്രഡിക്ട് ദ ഫാക്ട് ദാറ്റ് A and B ഹാവ് നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1. അങ്ങനെയാണ് നമ്മുടെ അസംപ്ഷൻ അവിടെ തെറ്റാണ്. നമ്മൾ എന്തായിരുന്നു അസ്യൂം ചെയ്തിരുന്നത്? √5 ഈസ് എ റാഷണൽ നമ്പർ. ദെർഫോർ √5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പോൾ നമ്മൾ ആ ഓരോരോ സ്റ്റെപ്പും മുഴുവനായിട്ട് നമ്മൾ എഴുതണം. നമ്മുടെ √2 നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിട്ട് അതേപോലെ ഞാൻ ഈ പറഞ്ഞത് എല്ലാ സ്റ്റെപ്സും എഴുതണം. ഇത് മാത്രമല്ല നമ്മൾ പറയുന്ന സ്റ്റെപ്സുകളും കൂടി എഴുതണം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത് നമുക്ക് ഇത് വെച്ചിട്ട് 3 + 2 √5 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ √2, √3, √5, √7 ഒക്കെയാണ് നമ്മൾ മറ്റേ രീതിയിൽ ചെയ്യുക. ഇതും നമ്മൾ അതേപോലെ തന്നെ ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റെപ്പുകൾ വേറെ രീതിയിലാണ് കിട്ടുക.
3 + 2 √5 ഈസ് ഇറാഷണൽ. നമ്മളപ്പോൾ അതിൻ്റെ അസ്യൂം ചെയ്തു. എന്താ അസ്യൂം ചെയ്തത്? കോൺട്രഡിക്ഷൻ അല്ലേ? അസ്യൂം ദാറ്റ് എന്താണ് 3 + 2 √5 ഈസ് റാഷണൽ. നമ്മളിത് റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്തു. ഇറാഷണൽ അല്ല, റാഷണൽ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് എ ആൻഡ് ബി ആർ ഇൻറ്റിജേഴ്സ് ഉണ്ട്, കോപ്രൈം, അതായത് അതിൽ കോമൺ ഫാക്ടറായിട്ട് ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു എയും ബിയും എടുത്തു. അപ്പോൾ ഈ 3 + 2 √5 ഈസ് ഈക്വൽ ടു a/b. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എയും ബിയും ആ കണ്ടീഷനൊക്കെ വെച്ചിട്ട് ഒരു കോമൺ ഫാക്ടറും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3നെ ഓരോന്നായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. 2 √5 ഈസ് ഈക്വൽ ടു a/b -3 ആവും അല്ലേ? നമുക്കൊന്ന് ഇവിടെ LC എടുക്കുമ്പോൾ എന്ത് വരും? a - 3b അല്ലേ, ഡിവൈഡഡ് ബൈ b. അപ്പോൾ 2 √5 ഈസ് ഈക്വൽ ടു a - 3b/b. നമുക്ക് √5 ഈസ് ഈക്വൽ ടു 2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ a - 3b/2b എന്ന് വരും. നമ്മളെടുത്ത എയും ബിയും എന്തായിരുന്നു? a ആൻഡ് b ആർ ഇൻറ്റിജേഴ്സ് അല്ലേ? Therefore a - 3b/2b ഈസ് റാഷണൽ. ഉണ്ടോ? എയും ബിയും ഒക്കെ ഇൻറ്റിജേഴ്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് a - 3b/2b എന്ന് പറയുന്നത് എന്തായിരിക്കും? റാഷണൽ നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് ഈസ് ഈക്വൽ ടു എന്തപ്പോൾ നമുക്ക് കിട്ടിയത്? √5. Therefore √5 ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ അല്ലേ? കാരണം അതിന് ഈക്വലാണെന്ന് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കണേ. a - 3b/2b ഈസ് ഈക്വൽ ടു √5. അപ്പോൾ ഈ സൈഡ് റൈറ്റ് സൈഡ് റാഷണൽ നമ്പർ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കണം? റാഷണൽ നമ്പർ ആയിരിക്കണം. പക്ഷെ നമുക്കറിയാം എന്താണ്? √5 റാഷണൽ ആണോ? അല്ല. ബട്ട് √5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ അല്ലേ? √5 എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ ആണ്, അതൊരിക്കലും റാഷണൽ നമ്പർ അല്ല. അപ്പോൾ നമ്മളവിടെ അസ്യൂം ചെയ്തത് എന്തായിരുന്നു? നമ്മൾ അസ്യൂം ചെയ്തത് 3 + 2 √5 എന്നുള്ളത് റാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. 3 + 2 √5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് റാഷണൽ എന്ന് പറഞ്ഞിട്ടാണ്, പക്ഷേ സ്റ്റെപ്പ് ഇങ്ങനെ വരിക. അപ്പോൾ ഇതേപോലത്തെ ഓരോ മോഡലിൽ നമ്പറുകളൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ഈ ഒരു മോഡലിൽ വരും. റൈറ്റ് സൈഡ് ഇവിടെ റാഷണൽ നമ്പറായിട്ട് വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡും റാഷണൽ ആയിരിക്കണം. അപ്പോൾ തെറ്റാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരും. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്